അസ്സലാമു അലൈക്കും ടു ഓൾ. ഏത്തവാഴയില റോബസ്റ്റ കുളിച്ചെന്നോ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? എന്നാൽ ആ സംഭവം ആദ്യം മുതൽ തന്നെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവണമെങ്കിൽ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഏകദേശം 1 വർഷമായി കാണും എൻ്റെ അത്തച്ചി 12 ഏത്തവാഴ വിത്ത് വാങ്ങിച്ചു. ആ സമയത്ത് ഏത്തയ്ക്കായ്ക്ക് നല്ല വില കയറി നിൽക്കുന്ന സമയമായിരുന്നേ. വീട്ടിലാണെങ്കിൽ വർഷത്തിൽ 365 ദിവസം ഏത്തപ്പഴവും ആവശ്യമുള്ള വീടുമാണ്. എന്നാൽ ഏത്തവാഴ വെച്ച് പിടിപ്പിച്ചാൽ ഈ തീ പിടിച്ച വില കൊടുത്ത് ഏത്തയ്ക്ക വാങ്ങണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ളത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അത്തച്ചി ഈ വിത്തുകൾ വാങ്ങിച്ചത്. അങ്ങനെ പണിക്കാരനെ വിളിച്ച് വാഴവെത്ത് നടിയിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം അതിൽ മുള വരികയും പതിയെ വളരുകയും ചെയ്തു. അങ്ങനെ വലിയ ഇലകളെല്ലാം വന്ന് ചുറ്റിനും വിത്തുകൾ മുളച്ചു തുടങ്ങി. വിത്തുകൾ മുളച്ചാൽ ഇനി ഉടൻ തന്നെ കുടം വിരിയുമെന്നും വാഴക്കുല പുറത്തു വരുമെന്നും ഒക്കെ അത്തച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടേ. വാഴയുടെ കുല പുറത്തു വരുന്നതും കാത്തിരുന്നു. ഈ ഓരോ വാഴയും ഒന്നിച്ചല്ല കേട്ടോ കുളിച്ചത്, 1-2 ആഴ്ചയൊക്കെ ഇടവിട്ടാണ് കുളിച്ചത്. അങ്ങനെ നമ്മുടെ കഥാപാത്രമായ വാഴ, അതായത് റോബസ്റ്റ കുളിച്ചെന്ന് പറഞ്ഞ വാഴയിലും കുല വന്നു. അതിൽ നിന്നും പുറത്തു വന്ന വാഴച്ചുണ്ട് മറ്റു വാഴച്ചുണ്ടിനേക്കാൾ വലുപ്പമുള്ളതായിരുന്നു. കുല അത്യാവശ്യം വലിയൊരു കുലയാണെന്നും മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പടലകളെല്ലാം പുറത്ത് വന്നപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി അമ്മി വാഴച്ചുണ്ട് പറിച്ചു. അപ്പോൾ നോമ്പിൻ്റെ സമയമായിരുന്നേ. ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നും പറഞ്ഞ് നല്ല തേങ്ങ ഒക്കെ ചേർത്ത് അമ്മ ഒരു തോരനങ്ങ് റെഡിയാക്കി. രാത്രി താവിയ നമസ്കാരം കഴിഞ്ഞ് അത്തച്ചി വന്നപ്പോൾ അമ്മി ചോറിൻ്റെ കൂടെ ഈ വാഴച്ചുണ്ട് തോരനും കൂട്ടി കൊടുത്തു. ആ വാഴച്ചുണ്ട് തോരൻ കഴിച്ചപ്പോൾ അത്തച്ചി ഒരു ചോദ്യം: നീ ഇതെന്തായും കഴിച്ചു നോക്കിയില്ലേ? ഇതൊന്ന് തിന്നു നോക്കിക്കേന്ന്. സത്യത്തിൽ പകൽ നോമ്പായതിനാൽ തോരൻ്റെ രുചി എന്താണെന്ന് പോലും അമ്മി വായ വെച്ച് നോക്കിയിരുന്നില്ല. അപ്പോഴല്ലേ കഴിച്ചു നോക്കിയപ്പോഴല്ലേ രസം. തോരന് വല്ലാത്ത കയ്പ്. രുചിയില്ലെങ്കിലും കുഴപ്പമില്ല, കയ്പാണ് അതിൻ്റെ രുചിയെങ്കിൽ പിന്നെ എങ്ങനെ തിന്നാനാ? ഇരട്ടാഴത്തേക്കും കൂടി കഴിക്കാൻ വെച്ചിരുന്ന തോരൻ വെറുതെ വേസ്റ്റിൽ കളയേണ്ടി വന്നു. ഈ തോരന് സംഭവിച്ചതെന്ന് അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല. വാഴയുടെ കുല കുറച്ചുകൂടി വലുതായപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത്. ഒരേ നിരയിൽ അടുപ്പിച്ച് നട്ടിരിക്കുന്ന വാഴകളിൽ ഈ ഒരു വാഴയുടെ കുലയ്ക്ക് മാത്രം ഒരു വ്യത്യാസം. ഏത്തവാഴക്കുലയ്ക്ക് അധികം നീളമില്ല, എന്നാൽ ഈ കുലയ്ക്ക് നല്ല നീളമുണ്ട്. മാത്രമല്ല അതിൻ്റെ കായ്കളുടെ ഷേപ്പും മറ്റു കുലകളെ പോലെയല്ല. ഈ വാഴയ്ക്ക് മറ്റു വാഴകളേക്കാൾ തീരെ പൊക്കവുമില്ല. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ വാഴ ഏത്തവാഴ അല്ലെന്നും ഇത് റോബസ്റ്റ ആണെന്നും ഉള്ള സത്യം. റോബസ്റ്റയുടെ ചുണ്ടായതുകൊണ്ടാണ് തോരൻ വെച്ചപ്പോൾ കയ്പ് വന്നതെന്നും ഒക്കെ അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ അത്തച്ചി വാഴവിത്ത് വാങ്ങാൻ വേണ്ടി വാഴവിത്ത് കടയിൽ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ 12 വിത്തിൽ 1 വിത്ത് റോബസ്റ്റയുടേതാണ് കൊടുത്തു വിട്ടത്. എന്നാൽ വാഴ കുലച്ചപ്പോഴാണ് ഈ വിവരം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ അമ്മ എപ്പോഴും ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിപ്പിക്കുന്നത് കാരണം പണ്ടേ എനിക്ക് ഏത്തപ്പഴം ഇഷ്ടമില്ല. ഒരു കണക്കിന് വാഴവിത്ത് കടയിലെ ചേട്ടന് 1 വിത്തെങ്കിലും റോബസ്റ്റ വെച്ചത് നന്നായി. അങ്ങനെയെങ്കിലും റോബസ്റ്റ പഴം എത്രയും ഏത്തപ്പഴം ഞാൻ തിന്നേണ്ട വരത്തില്ലല്ലോ. അങ്ങനെ ആ കുലയെ മൂത്ത് കുല വെട്ടി. ഇനി പഴുത്തിട്ട് വേണം തിന്നാൻ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അമ്മൂസിനെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും ടു ഓൾ.